നിന്റെ ഉള്ളിൽ എത്ര മേനി വചനത്തിൻ്റെ വിളവുണ്ട് എന്നതാണ് ചോദ്യം. എന്താണ്? നിന്റെ ഉള്ളിൽ എത്ര മേനി വചനത്തിൻ്റെ വിളവുണ്ട്? ഈശോ ഇന്ന് സുവിശേഷത്തിൽ പറയുന്നത് 100 മേനി വിളവ് ലഭിക്കുന്നതിനെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മ 100 മേനി വിളവ് നൽകിയവളാണ്. നമ്മൾ എങ്ങനെയാണ്? അതാണ് വിചിന്തനം. അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വചനം വിതയ്ക്കുന്നു. വചനം വിതയ്ക്കുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം വിതയ്ക്കുന്നു, വിശ്വാസം വിതയ്ക്കുന്നു, കരുണ വിതയ്ക്കുന്നു. കർത്താവിൻ്റെ എല്ലാ നന്മകളും, അവിടുത്തെ സ്വർഗീയമായ ആനന്ദം നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുന്നു, സമാധാനം വിതയ്ക്കുന്നു, വിശുദ്ധി വിതയ്ക്കുന്നു. വിനയവും ലാളിത്യവുമെല്ലാം കർത്താവ് നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും വിതച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ സാന്നിധ്യത്തിലൂടെ, തൻ്റെ വചനത്തിലൂടെ, കൂദാശകളിലൂടെ, ആരാധനയിലൂടെ എല്ലാം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വിതച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള വ്യക്തികളിലൂടെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വിതച്ചു കൊണ്ടിരിക്കുന്നു വചനം. സാഹചര്യങ്ങളിലൂടെ അവിടുന്ന് വചനം വിതയ്ക്കുന്നു. അങ്ങനെ ഈശോ നിരന്തരം നമ്മുടെ ഉള്ളിൽ വചനം വിതയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില സാഹചര്യങ്ങളിലൂടെ ഈശോ വചനം വിതച്ച് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന ചില പരാജയങ്ങളിലൂടെ, ചില രോഗങ്ങളിലൂടെ, ചില അപകടങ്ങൾ, ചില തകർച്ചകൾ ഈശോ വചനം വിതച്ച സാഹചര്യങ്ങളായിരുന്നു. അതുപോലെ നമുക്ക് കൈവന്ന വിജയങ്ങൾ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഈശോ വചനം വിതയ്ക്കുകയായിരുന്നു. അവൻ വചനമാണ്. അവൻ നടക്കുന്ന വഴികളിലെല്ലാം അവൻ വചനം വിതയ്ക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഇനി അതിൻ്റെ രണ്ടാം ഘട്ടമാണ് നമ്മുടെ ഉള്ളിലിങ്ങനെ വന്നു വീണ ഈ വചനത്തിന് എന്ത് സംഭവിച്ചു? വചനം മുളപൊട്ടുന്നുണ്ടോ? അത് നാമ്പെടുക്കുന്നുണ്ടോ? അത് വളർന്ന് വലുതാകുന്നുണ്ടോ? അത് ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഏത് ഫലം? വിശ്വാസത്തിൻ്റെ ഫലം, പ്രത്യാശയുടെ ഫലം, സ്നേഹത്തിൻ്റെ ഫലം, ക്ഷമയുടെ ഫലം, അനുകമ്പയുടെ ഫലം എൻ്റെ ഉള്ളിൽ നിന്ന് എത്രമാത്രം പുറത്തേക്ക് വരുന്നുണ്ട്? തീർച്ചയായും നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നുണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബലിയർപ്പിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ ഈ പ്രഭാതത്തിൽ നിൽക്കുന്നത്. വീണ്ടും കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പക്ഷേ എത്രമാത്രം പുറത്തു വരുന്നുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ എന്നല്ല ചോദ്യം, നിനക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്? പരിശുദ്ധ അമ്മയുടേതുപോലെ ആ 100 മേനി വിശ്വാസമുണ്ടോ? പരിശുദ്ധ അമ്മയുടേതുപോലെ ആ 100 മേനി സ്നേഹമുണ്ടോ? ആ 100 മേനി കരുണയുണ്ടോ? 100 മേനി പ്രാർത്ഥനയുണ്ടോ? നമ്മുടെ പരിശ്രമം ആ 100 മേനി നേടാൻ വേണ്ടിയിട്ടാണ്. ഈശോ പറഞ്ഞതുപോലെ പിതാവായ ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ നീയും പരിപൂർണനായിരിക്കുക. നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്, നമ്മൾ ഈ വിശ്വാസ തീർത്ഥാടനം നടത്തുന്നത് ആ 100 മേനി നേടാൻ വേണ്ടിയാണ്. ഈശോയെപ്പോലെ, പൂർണ്ണമായും ഈശോയെപ്പോലെ ആയിത്തീരാൻ വേണ്ടിയാണ്. അപ്പോൾ ചോദ്യം വീണ്ടും അവസാനം ആവർത്തിക്കുമ്പോൾ അതിങ്ങനെയാണ്: നീ എത്രമാത്രം ഈശോയെപ്പോലെ ആയിട്ടുണ്ട്? നീ എത്രമേനി ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിൻ്റെ അവസാന ഭാഗം നീ എത്രമാത്രം ഈശോയെപ്പോലെ ആയിട്ടുണ്ട് എന്നതാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ആ ലക്ഷ്യത്തെ നവീകരിക്കാം, നമ്മുടെ ആഗ്രഹത്തെ നവീകരിക്കാം. ഈശോയെപ്പോലെ ആയിത്തീരണം എന്ന നമ്മുടെ ലക്ഷ്യം, ഈശോയെപ്പോലെ ആയിത്തീരണം എന്ന നമ്മുടെ ദാഹം, നമ്മുടെ ആഗ്രഹം, അതിനോടുള്ള തീഷ്ണത വർദ്ധിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. അവളുടെ മാധ്യസ്ഥം നമുക്ക് ശക്തിയായി തീരട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന ഫലം, ഈശോയുടെ ജീവിതമാകുന്ന, ജീവനാകുന്ന ഫലം പുറപ്പെടുവിക്കാൻ
വന്നുപോയ പരാജയങ്ങൾ, ക്ഷമിക്കുന്ന കാര്യത്തിൽ ഈശോയെപ്പോലെ ആയിത്തീരാതിരുന്നത്, സ്നേഹിക്കുന്ന കാര്യത്തിൽ ഈശോയെപ്പോലെ ആയിത്തീരാതിരുന്നത് ഒക്കെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,